അയ്യോ പറയുണ്ട് അമ്മമാര് വന്നെന്നാ തോന്നുന്നത്. അയ്യോ 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 എന്റെ ചീപ്പിന്റെ റൗണ്ട് എന്നാ ചീപ്പാടാ? എന്റെ മറ്റേ കറങ്ങുന്ന മറ്റേ ചീപ്പ് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഉപയോഗിക്കാറില്ല. എന്താണ് എന്താണ് എന്താ എന്തൊക്കെയാടാ? ബ്രോ എങ്ങോട്ടാ പോകുന്നേ? ക്യാമറ മേടിക്കാൻ പോകല്ലേ? അയ്യോ സോണി ആൽഫ പ്രോ ഏ സീരീസാ? 7M4 ഓക്കെ. രണ്ട് ലെൻസും ഓഹോ മെമ്മറി കാർഡ് എല്ലാം മേടിക്കുന്നുണ്ട്, എല്ലാം മേടിക്കും. അയ്യോ ഇട്ടിട്ടില്ല. ഇതിലല്ലേ എടുക്കുന്നത്? അതൊരു വണ്ടിയുടെ പൈസ അത് കാശാണോടാ? കാശ് 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 കാശ്. ഇപ്പം നമ്മൾ കോട്ടയം മഹേന്ദ്ര ഷോറൂമിൽ നമ്മുടെ ബ്രോയ്ക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഉണ്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രോ ടി വി മേടിക്കാൻ പോകണോ? ടി വി മേടിക്കാൻ പോകണം. വണ്ടി ബുക്ക് ചെയ്യാം. ഇവിടെ ഇതിൽ ഏത് വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്നത്? ബ്രോ ടാറ്റ. അവൻ ഇന്റർവ്യൂ ഇല്ലേ, നമ്മൾ നിന്നെ അതെ 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 പറ്റത്തില്ല. അടുത്ത് അതെ. 2 hours later. പൊന്നു അങ്ങനെ അവസാനം ഇന്റർവ്യൂ കാരണം പട്ടണി. അയ്യോ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന സ്ഥലത്തോട്ട് വിട്ടോ. ഇവരും തീർന്നിരിക്കുക, ഞാനും ചാറി തീർന്നിരിക്കുക. അയ്യോ ഫൈനലി ഒരു ഇന്നോവയ്ക്ക് താളുണ്ടോടാ? ഇല്ല, ഈ ക്യാബിൽ കയറും, വണ്ടി കയറും. GTR-ന്റെ അലോയൊക്കെ ഫസ്റ്റ് കോപ്പി മേടിച്ചിട്ടിട്ടുണ്ട്. കുറേ ഒരു ആന്റിനിയുണ്ട്, പെട്രോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഇറങ്ങും. കൂളിംഗ് ഫിലിമുണ്ട്. ബ്രോ POGs പിടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,000 രൂപയുടെ വകുപ്പെല്ലാം ഞാൻ കാണുന്നുണ്ട്. കൂളിംഗ് ഫിലിമുണ്ട്, പിന്നെ നമ്പർ പ്ലേറ്റ് പ്രോപ്പർ അല്ല, പിന്നെ അലോയി തള്ളിയാണ് കാണിക്കുന്നത്. എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. നമ്പർ കാണിക്കുന്നില്ല വണ്ടിയുടെ, അതുകൊണ്ട് അവൻ പോട്ടെ. എല്ലാം കണ്ടാ മതിയായിരുന്നു കഴിക്കാൻ. ബ്രോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ട് കുടിക്കാനോ സാധനം. ഞാൻ പറയാം
ഇദ്ദേഹത്തിൻ്റെ ഒരു മിൻറ്റിൽ നമുക്ക് ഫസ്റ്റ് ടൈം രണ്ടെണ്ണം വെച്ചിട്ട് അതിന് ശേഷം ഇദ്ദേഹത്തിനൊരു എഗ് ബിരിയാണി, ഇവനൊരു ചിക്കൻ ബിരിയാണി. നിനക്ക് രണ്ട് ഞാൻ ഇവിടെ എങ്ങാണ്ട് പറഞ്ഞേ പൊറോട്ട ഫ്രഷ് ആയിട്ട് 2 പൊറോട്ട, ബീഫ് ഫ്രൈ. പെട്ടെന്ന് ഫോൺ എടുക്കണേ. സത്യല്ലേ? നല്ല. നീ എന്താ പറഞ്ഞ ബിരിയാണി? എന്നാ ബിരിയാണി പറഞ്ഞ? ചിക്കൻ ബിരിയാണി, റോസ്റ്റ്, എൻ്റെ പൊറോട്ട, അവൻ്റെ എഗ് ബിരിയാണി എല്ലാം ഉണ്ട്. എല്ലാ ജീവിതവും എങ്ങനെയുണ്ട്? തിന്നു നോക്കിയിട്ട് പറ. ഫ്രഷ് ലൈൻ ഫസ്റ്റ് സ്റ്റാർട്ടർ ഇരിക്കുന്നുണ്ടോ? അത് കുഴപ്പമൊന്നും. ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഗുഡ് ബ്രോ, ഗ്രേവി എനിക്കല്ല, എൻ്റെ പൊറോട്ട ഒരു പൊറോട്ട വേണം. പിന്നെ എൻ്റെ പൊറോട്ട. എടാ മൈനസില്ലേ? മൈനസ് കൊണ്ടുവരുന്നാണ് പറഞ്ഞത്, എനിക്കറിയാൻ പറ്റില്ല. പുറകെ ഇരുന്ന് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഭയങ്കര ചൂട്. One hour later. നേരേക്ക് പോ. ടോട്ട എടുക്കുവാണോ നോക്കണേ? ആ പോട്ടെ, നേരെ പോട്ടെ. മതി. സോണിയുടെ ലെൻസിലായിരുന്നു 85 1.8. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറലാണ്. കൗതുക ലേശം കൂടുതലാണ്. അങ്ങനെ നമ്മൾ ട്രൈ ക്യാബിനും കൂടെ എടുക്കുകയാണ്. അൺബോക്സ് ചെയ്യും. ഇവൻ കരയുന്ന, അവൻ ചിരിക്കുന്നു. ഇതെല്ലാം എന്റെ പെടലേക്ക് വരും, കണ്ടോ? സ്കാൻ ചെയ്യണം. അടുത്തത് സ്കാൻ ചെയ്യാൻ പോവാണ്. അയ്യോ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? 5 കൊല്ലത്തെ കാത്തിരിപ്പ. 5 കൊല്ലം. $2875 f2.8 G2 Generation 2 Pro. It's a seaport. സോണി 1.82 85 ലെൻസ്. ഇതാണ് നമ്മളെടുത്ത ക്യാമറ. I can see you. മെമ്മറി കാർഡ് ഇല്ലല്ലോ, ഷട്ടർ അടിക്കുക. കണ്ടു ബ്രോ.
ഓപ്പണിംഗ് 85 1.8. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെൻസ്. This is a prime lens. ഓക്കെ ബ്രോ. ഓക്കെ, എനിക്ക് പടം വരയ്ക്കാണോ? ഹാപ്പി ബ്രോ. നമ്മുടെ DJ ഓപ്പണായി. DJ RS4. പർച്ചേസ്, ഇന്നത്തെ പർച്ചേസ് 4 ലക്ഷം രൂപ സാധനങ്ങളാണ്. പെട്ടി സോണിക്ക് വലിയ താങ്ക്സ്. സോണിക്ക് വലിയൊരു താങ്ക്സ്. 5 വർഷത്തിലെ കാത്തിരിപ്പ് നെവിൻ സഫലമായിരിക്കുന്നു. കാണത്തില്ലല്ലോ ദൈവമേ. ഓ സൂപ്പർ. ആ ഗോഡക്സിന്റെ ലൈറ്റ് പോലും എല്ലാം മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ മൊത്തം 4 ലക്ഷം രൂപയ്ക്ക് സാധനം മേടിച്ചു. ഇനി ഓരോന്നോരോന്ന് അപ്ഗ്രേഡ് ചെയ്യും. 4 ലക്ഷം രൂപയ്ക്ക് സാധനം മേടിച്ചു. ഓക്കെ, പയ്യെ മേടിക്കാനാണ്. എല്ലാം അതിൻ്റെതായ രീതി നടക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കഴിക്കണം. എന്തേലും 3 മണിക്കൂർ പോയാൽ ഇറങ്ങിയിട്ടില്ല. ഇടയ്ക്ക് പൈസയുടെ ഇഷ്യൂ വന്നു, സ്റ്റക്കായി. ബാങ്കിനെ വിളിച്ചു. നമ്മുടെ പ്രശ്നമല്ല, ബാങ്കിന്റെ ഇഷ്യൂ ആയിരുന്നു. സോ അതെല്ലാം ഭംഗിയായിട്ട് നടന്നു. അതെ. സോ ഫൈനലി വി ആർ ഗോയിങ് ബാക്ക്. ഏതൊക്കെയാ മേടിച്ചെന്ന് പറ. നമ്മൾ ഇന്ന് എടുത്തത് സോണി 7M4 എടുത്തു, ടാമറോൺ 2875 2.8 എടുത്തു, G2 ജനറേഷൻ 2. അതെ, ജനറേഷൻ നമ്മൾ എടുത്തത് സോണിയുടെ 85 1.8 ലെൻസ് എടുത്തു. പിന്നെ DJI റോണിൻ S4 പുതിയ സാധനം. എന്റെ S4 ആണ് നമ്മൾ പ്രോ എടുത്തത്. പ്രോയുടെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. നമുക്ക് അത്രയൊന്നും വെയിറ്റ് ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മള് RS4 അങ്ങ് എടുത്തു. പിന്നെ പിന്നെ നമ്മൾ ലൈറ്റ് മേടിച്ചു. ലൈറ്റ് സ്റ്റാൻഡ് മേടിച്ചു, ഡ്രൈ ക്യാബിൻ മേടിച്ചു. അതെ, മെയിൻ സാധനം. സോണി കഴിഞ്ഞോ? എന്നാ എവിടാ മെസ്സേജ്? ചുമ്മാ ഇരിക്കുന്ന കണ്ടോ? വീട്ടിൽ വന്നിട്ട് എല്ലാരും ഇരിക്കുന്ന കണ്ടോ? ഇതാണ് നമ്മുടെ സാധനങ്ങൾ, മേടിച്ച സാധനങ്ങൾ. നാളെ മെസ്സേജ് വാറന്റി രജിസ്റ്റർ ചെയ്യുക. അവര് ചെക്ക് ചെയ്തിട്ട് പറയത്തുള്ളൂ. എടുത്തേ ബ്രോ, വാറന്റി രജിസ്റ്റർ ചെയ്തോ ബ്രോ? ഓൾ സെറ്റ് ബ്രോ. നാളെ അത് ആക്റ്റീവ് ഇതാവത്തുള്ളൂ. നാളെ 24 hours കഴിഞ്ഞ് അവരുടെ ഇത് വരത്തുള്ളൂ. അപ്പോൾ വീട്ടിൽ വന്ന് എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഇതിന്റെ റിവ്യൂ പ്രതീക്ഷിക്കാം. അവിടെ എങ്ങനെ ഉണ്ടെന്ന്. എന്താടാ, ഒരാഴ്ച കഴിഞ്ഞ് ഇതിന്റെ ഉപയോഗിച്ചതിന് ശേഷം, ഒരാഴ്ച കഴിഞ്ഞ് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ. ഇപ്പൊ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു. അപ്പോൾ നമുക്കിവിടെ വെക്കാതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ താഴെ പോവും. ക്യാമറ ക്വാളിറ്റി ഇത് എത്ര കേട്ടേക്കുന്നത്? ഓക്കെ, സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടോ? ഇല്ല, സ്ക്രീനൊന്നുമില്ല. സോ ദിസ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ക്വാളിറ്റിയുടെ വല്ലതും വന്നോ? ക്വാളിറ്റിയുടെ അല്ല, സൈഡ് വല്ല എഴുതി കാണിക്കാൻ തുടങ്ങിയോ? 50p XeVC HD സെറ്റ് എത്രയാടാ? 50p. എനിക്കൊരു 50p എന്ന് പറയുമ്പോൾ 60-50. ഇതിപ്പോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കണോ? ഓഫ് ചെയ്യടാ.